സംഭവം കിട്ടിയിട്ടില്ല എന്ന് പറയില്ല കേട്ടോ. ഒരു 5, 6 വ്യക്തികൾക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ട് കൊറോണയിൽ. അല്ലാത്ത കിറ്റുകളൊന്നും ഞമ്മക്ക് വന്നിട്ടില്ല. കൊറോണയിലാണ് പിന്നെ ഞാനും വൈഫും മക്കളും കൂടെ എൻ്റെ വീടിൻ്റെ കിണറ് കളച്ചത്. ഞാനും വൈഫും മക്കളും കൂടെ എൻ്റെ വീടിൻ്റെ കിണറ് കളച്ചത് കൊറോണയിലാണ് ട്ടോ. എൻ്റെ രണ്ടാമത്തെ മകള് വെറുതെ ഒന്ന് മുറ്റത്ത് ഇരുന്നുകാണ്ട് ഞങ്ങള് കിണറിന് സ്ഥാനം നോക്കിയിട്ടില്ലേന്. ഓള് ആ മൂലൊക്കെ പോയിക്കാണ്ട് "ഇപ്പച്ചി ഞാൻ ഇവിടെ കിണറ് കുത്താണ്ന്ന്" പറഞ്ഞ്കാണ്ട് അവള് കൊത്തല് തുടങ്ങിയതാ. പിന്നെ അയിമന്ന് ഞാനും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പിന്നെ കിണറാക്കി മാറ്റി. ഇൻഷാ അള്ളാ ഇപ്പൊ വറ്റാത്ത വള്ളണ്ട്. അൽഹംദുലില്ലാഹ് 8, 9 കോലായപ്പള് വെള്ളം കിട്ടി. വെള്ളം കിട്ടൂലാന്നായിരുന്നു ഞങ്ങള് വിചാരിച്ചിരുന്നത്. കാരണം ആ കിണറിൻ്റെ അടിയിൽ ഫുള്ള് കരിമ്പാറ കൊണ്ട് വന്ന് അടഞ്ഞിട്ട് താത്താൻ കഴിയണില്ല. അങ്ങനെ ഞങ്ങള് അത് മൂടാന്നുള്ള ഇതിലിങ്ങനെ കയറി. നോമ്പിനാണ്. നോമ്പും ഉണ്ടായിരുന്നു അന്ന്. നോമ്പിനാണ്. അങ്ങനെ മൂടാന്നുള്ള കരുതി മൂടാന്നൊക്കെ വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് രാത്രി ഒരു ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം പോയിക്കാണ് വെറുതെ ഒന്ന് സംശയത്തിൻ്റെ പേരിൽ കിണറ്റിക്കൊന്ന് ടോർച്ച് അടിച്ച് നോക്കിയത്. അപ്പം എന്തൊക്കെയോ തിളക്കം കാണുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ അതിക്ക് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടുന്ന് അട്ടഹാസിച്ച് ഞാൻ വൈഫിനെ വിളിച്ച് വൈഫും ഞാനും നിലം വിളിയും കൂട്ടി. കാരണം നമുക്ക് അത്രയും വേദനാജനകമായ ഒരു ഇതാണ്. കാരണം മോള് കളച്ച് തുടങ്ങി, ഞങ്ങളത് കളച്ച് മുഴുവനാക്കി. എന്നിട്ട് വെള്ളം കിട്ടൂലാന്ന് എല്ലാവരും വന്ന് പറഞ്ഞു. ഇനി കരിമ്പാറയാണ്, ഇനി വെള്ളം കിട്ടൂലാന്ന്. അപ്പോഴാണ് പടച്ചോൻ്റെ തെളിനീര് അവിടെ വന്നത്. ഏതായാലും അത് അടിപൊളിയായിട്ട് ഞങ്ങൾ അത് ഇൻഷാ അള്ളാ വറ്റാത്ത തെളിനീരായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. അള്ളാ